ടീച്ചർ കേൾക്കണ്ട, ടീച്ചർ കേൾക്കാല്ലേ? ഇപ്പായി കൈവീശ് കൈവീശ് കൈവീശ്. ടീച്ചർ വരെയാ, കൈവീശിക്കോ. നിനക്ക് ചാടാൻ പറ്റുമ്പോ ചാടിക്കോ. ടീച്ചർ ഇവിടെ ഉണ്ട്, ചാടിക്കോ. ഉൾക്കണ്ണിന്റെ കാഴ്ച കൊണ്ട് സ്പോട്ട് ലോങ് ജമ്പിൽ സംസ്ഥാന തലം വരെ എത്താൻ അവനൊഴുക്കി വേർപ്പോർക്കുമ്പോൾ മിഥില ടീച്ചറുടെ കണ്ണുകൾ നിറയും. അകക്കണ്ണിൽ അവൻ ആ കണ്ണീർ കാണാം. എന്റെ ഒരു വാശിയായിരുന്നു ഇവനെ സ്റ്റേറ്റിലേക്ക് എത്തിക്കണം എന്നുള്ളത്. സന്തോഷം കൊണ്ടാട്ടോ കരയുന്നത്. എന്റെ സന്തോഷം കൊണ്ടാ കരയുന്നത്, വേറെ ഒന്നുമല്ല. സ്റ്റേറ്റ് ജില്ലയിലേക്ക് വരുമ്പോ എനിക്കൊരു വാശിയായിരുന്നു ഇവനെ സ്റ്റേറ്റിലേക്ക് എത്തിക്കണം എന്നുള്ളത്. ഞാൻ എന്റെ മാക്സിമം എഫേർട്ട് എടുത്തു, അത് കാണിച്ചു തന്നെ എനിക്ക്. കതിരൊളിയാം കനകദീപ ഹാത്തിമുങ്ങിബിയേ, കതിരൊളിയാം കനകദീപ ഹാത്തിമുങ്ങിബിയേ, കമറുദിച്ചത് പോലെ മണ്ണിൽ വന്നൊരു നബി. ഈ വാർത്ത കാണുമ്പോൾ ചില ആളുകൾക്കൊരു പ്രശ്നം ഉണ്ടാവും അല്ലേ? പക്ഷേ നമ്മളെ കണ്ണ് നിറഞ്ഞു പോകും അല്ലേ? അമ്മയല്ല, സഹോദരിയല്ല. ഒന്നാലോചിച്ച് നോക്കൂ നിങ്ങൾ. ആ ഒരു പൊന്നുമോൻ, മുഹമ്മദ് റിഫാൻ എന്ന് പറയുന്ന പൊന്നുമോൻ, ആ പൊന്നുമോൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ അവിടുന്ന് സന്തോഷിക്കുന്നത് മിഥില ടീച്ചറാണ്. നെറ്റിയിൽ ഒരു പൊട്ട് തണിഞ്ഞ ഹൈന്ദവ ആചാരങ്ങളോടും വിശ്വാസങ്ങളോടും കൂറുപുലർത്തുന്ന ഒരു സഹോദരി അല്ലേ ടീച്ചർ. അവിടെ സത്യത്തിൽ മുഹമ്മദ് റിഫൈന് അമ്മ എന്ന് നമുക്ക് പറയാം. വളരെ സന്തോഷം തോന്നുന്നൊരു കാഴ്ച, നമുക്ക് ആനന്ദം തോന്നുന്നൊരു കാഴ്ച അല്ലേ? ജീവിതത്തിൽ നമ്മളൊക്കെ പറയുമല്ലോ കേരള സ്റ്റോറിന്ന്, നമുക്ക് പറയാമല്ലേ അത്. ഏറെ നമുക്ക് സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണിത്. പല ആളുകളും ഇന്ന് മതവും ജാതിയും ഒക്കെ എടുത്തു പറഞ്ഞിട്ട് സമൂഹത്തിൽ അവരോടൊപ്പം കൂടരുത്, അവരുടെ വീട്ടിലേക്ക് പോകരുത്. മുസ്ലിം കുട്ടികളുടെ വീട്ടിലേക്ക് പോയാൽ നമ്മുടെ മക്കളത് വിലക്കണം. നമ്മുടെ നേതൃത്വത്തിലിരിക്കുന്ന ഒരു പാർട്ടിയുടെ, നമ്മുടെ ഇന്ത്യയുടെ ഒരു അധികാരത്തിലിരിക്കുന്ന ഒരാൾ പറയാൻ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അവരെ കാല് തല്ലിയൊടിക്കണമെന്ന്. ഇതൊക്കെ പറയുന്ന രാജ്യത്ത് തന്നെയാണ് ഈ കാഴ്ചയും നമ്മൾ കാണുന്നത്. ടീച്ചർ പറയുന്ന കണ്ടോ, കണ്ണുനീരോടെ പറയാൻ, ഇവനെ എനിക്ക് സംസ്ഥാന തലത്തിലേക്ക് എത്തിക്കുക എന്നത് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു എന്ന് അല്ലേ? ലോങ് ജമ്പിൽ എനിക്ക് ഈ ഒരു സ്ഥാനത്തേക്ക് എത്തിക്കുക എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു എന്നുള്ളത്. ആ ടീച്ചറുടെ വാക്കുകൾ നമുക്കേറെ സന്തോഷം നൽകുന്നുണ്ട് ഈ കാഴ്ച അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് കണ്ടു നോക്കൂ. ആ കണ്ണുനീരും ആ ചേർത്ത് പിടിക്കലും, കരയല്ല ടീച്ചറേ എന്ന് പറഞ്ഞിട്ട് റിഫൻ എന്ന് പറയുന്ന പൊന്നുമോനിങ്ങനെ ആ ടീച്ചറെ ചേർത്ത് പിടിക്കുന്നതും, സന്തോഷം കൊണ്ട് കണ്ണീരൊഴിക്കുന്നതും, ആ ചാടുന്ന സമയത്ത് ആ ടീച്ചർ കൊടുക്കുന്ന ഒരു മോട്ടിവേഷൻ, മോനെ നിനക്ക് ചാടാൻ കഴിയുമ്പോൾ നീ ചാടിയാൽ മതി, നിനക്ക് എന്നെ കേൾക്കുന്നില്ല, എന്നെ കാണുന്നില്ല, ടീച്ചർ ഇവിടെ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ആ ധൈര്യം കൊടുക്കുകയാണ് അല്ലേ? അത് മതിയടാ ജീവിതത്തിൽ അല്ലേ?